എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തീർ പൂവിലെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ശ്രുതിയെ വീട്ടുജോലികളൊക്കെ ചെയ്ത് ചന്ദ്രമതി ഇട്ടാൻ കഷ്ടപ്പെടുത്തുകയാണ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് കരുതി ശ്രുതി നേരെ ബാമയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ബാമയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാമ പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റാണ് ശ്രുതി. എന്ത് കാര്യമുണ്ടെങ്കിലും ശ്രുതി ചന്ദ്രനിൽ നിന്ന് മറച്ചു വെക്കത്തില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും ദേഷ്യം നിന്നോടായത്. എങ്ങനെയെങ്കിലും ആൻറ്റി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ആൻറ്റി എന്നെയും ശ്രുതിയും തമ്മിൽ സംസാരിക്കാൻ പോലും അനുവദിക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടാൽ പോലും പ്രശ്നമാണ്. എനിക്ക് വേറെ ആരോടും ഈ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ആൻറ്റി പറഞ്ഞാൽ മാത്രമേ ചന്ദ്രാൻറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ആൻറ്റി എൻ്റെ ഒരു മോളെ പോലെ കാണുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കിടന്നങ്ങ് ബാമയെടുത്ത് കിടന്ന് കരയുവാണ്. നീ വിഷമിക്കേണ്ട ശ്രുതി, ഞാൻ എന്തായാലും ചന്ദ്രയെ കണ്ട് സംസാരിക്കും. ഞാനിവിടെ ഒന്ന് പരാതി പറഞ്ഞൊന്നും ആൻറ്റി അറിയരുത്. ഇല്ല, അതൊക്കെ ഞാൻ സംസാരിക്കാം. നീ വിഷമിക്കേണ്ട മോളെ, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശ്രുതി ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രയോട് ബാമ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ചന്ദ്ര വീട്ടിലെ വിശേഷങ്ങൾ? നിന്നെ ഇപ്പം ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. ഓ, വീട്ടിലെ വിശേഷമൊക്കെ കെങ്കേമായി നടക്കുന്നു. എന്താ വിശേഷം? വിശേഷമുണ്ട് എൻ്റെ ബാമയെ. രവിയേട്ടന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ 50 ലക്ഷം രൂപ ശ്രുതി ഒരു പെൺകുട്ടി കൊണ്ട് കൊടുത്തെന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, നിൻ്റെ മോനില്ലേ നീലിമയെന്ന് ഒരു പെണ്ണിനെ കൊണ്ട് കൊടുത്തെന്ന് നീ പറഞ്ഞത്. എന്നിട്ട് ആ കാശ് തിരികെ കിട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയാതെ ആ ശ്രുതിയും അവനും കൂടി ചേർന്ന് ഷോപ്പ് തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞ് മലേഷ്യയിലുള്ള അവൾ അച്ഛൻ അയച്ചു കൊടുത്ത കാശിനാന്ന്. അപ്പോൾ ശ്രുതി അറിഞ്ഞില്ലായിരുന്നു ഷോപ്പ് തുടങ്ങിയ കാര്യം. അതാണ് പൈസ കിട്ടിയ കാര്യം എൻ്റെ അടുത്ത് എൻ്റെ മോൻ ഒരിക്കലും മറച്ചു വെക്കത്തില്ലായിരുന്നു. എന്നിട്ട് ആ കാര്യം അവൾ പറഞ്ഞ് അവൻ്റെ അടുത്ത് ആരുടെ പറയരുതെന്ന് പറഞ്ഞിട്ട് അവൾ അച്ഛൻ തന്ന കാശ് കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് തന്നെ വീട്ടിൽ വന്ന് എല്ലാ തെളിവ് സഹിതം എല്ലാവരുടെ മുമ്പിലും അത് ബോധ്യപ്പെടുത്തിയെന്ന് പറയും. ആരാ പെണ്ണെ അത് സച്ചിയുടെ വണ്ടി ആ പെണ്ണ് ഓട്ടം വിളിച്ചു. അങ്ങനെ സച്ചി ആ പെണ്ണെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നിട്ട് അത്രയും കാശ് കിട്ടിയ കാര്യം അവൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. എൻ്റെ മോൻ്റെ അടുത്ത് പോലും പറഞ്ഞു ആരുടെ അടുത്തും പറയരുതെന്ന്. അവൾ ഒരുത്തി കാരണമാണ് എൻ്റെ മോൻ എന്നിൽ നിന്ന് ആദ്യമായിട്ടൊരു കള്ളത്തരം മറച്ചു വെക്കുന്നത്. അപ്പോൾ ആ കാശ് കിട്ടിയ കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അല്ലേ ചന്ദ്രേ? എൻ്റെ അടുത്ത് പറയാമായിരുന്നല്ലോ. നിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ നീ ആ കാര്യം നിൻ്റെ ഭർത്താവിനോട് പറയുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ചന്ദ്രമതി ഒന്നും മിണ്ടത്തില്ല. അന്ന് ചോദിക്കും, അപ്പം നീ ഇപ്പം ശ്രുതി അതിൻ്റെ പേരിലിട്ട് ഏറെ നിർത്തുവാൻ തോന്നുന്നു. അതെ, അവളെ ഇപ്പോൾ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് ഇപ്പോൾ രേവതിക്ക് ഞാൻ റെസ്റ്റ് കൊടുത്തേക്കുക. അവളെ ഞാനിട്ട് കുറച്ച് ജോലി ചെയ്യിപ്പിക്കുക. അപ്പം നീ അവളെ അവിടെ കഷ്ടപ്പെടുത്തുമോ ഇല്ലേ? കഷ്ടപ്പെടുത്തുന്നു എന്നാൽ അവൾ നിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. വീട്ടിലെ ജോലിയുള്ളതിലെ ഞാൻ ചെയ്യിപ്പിച്ചോളൂ എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞത് ആണോ? കഷ്ടപ്പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവളെ എന്നിട്ട് എല്ലാ കള്ളത്തിനും ചെയ്തു വെച്ചിട്ട് അവളിപ്പം വലിയ രാജകുമാരി കണക്കിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ വലിയ രാജകുമാരി കണക്കൊന്നും ഇരിക്കേണ്ട. അവളെ കൊണ്ട് ഞാനിപ്പോൾ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നു പറയും. അപ്പോൾ ഇപ്പോൾ രേവതിയുടെ അവസ്ഥ തന്നെ ആയി നോക്കൂല്ലേ? അതെ, രേവതി എന്നെ സ്വന്തം അമ്മയായിട്ട് കണക്കുന്നത്. പക്ഷെ ഞാൻ അവളെ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് കണ്ടിട്ടില്ല. പിന്നെ വർഷമുണ്ടല്ലോ, അവളെ ഒരു മര്യാദയില്ലാതെ അവളെ എന്നോട് പെരുമാറുന്നത്. വലിയ കാശുടെ വീട്ടിൽ അഹങ്കാരം അവൾക്കുമുണ്ട്. പിന്നെ അവളിതുവരെ കള്ളത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ശ്രുതി അങ്ങനെയാണോ? അവളെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ കണ്ടത്. അവൾ എന്നോട് ഇങ്ങനെ ചെയ്തത്. ഞാൻ എന്ത് കാര്യമായിട്ട് അവളെ കൊണ്ടു നടന്നത് നിനക്കറിയത്തില്ലേ ബാമേ? ശ്രുതി എന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യമായിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്തല്ലോ. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ല ചന്ദ്രേ. ഒന്നുമില്ലെങ്കിൽ അവളൊരു അമ്മയില്ലാത്ത കുട്ടിയില്ലേ? അവൾക്ക് അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. നിന്നെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാവാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചന്ദ്ര ആൻറ്റിന്ന് എപ്പോഴും പറയുന്നെങ്കിലും ചില സമയത്ത് അവൾ അമ്മയെന്നാണ് സംബോധന ചെയ്യുന്നത്. അവൾക്ക് നീ അമ്മയെപ്പോലെ തന്നെ. എന്നിട്ടാണ് അവൾ ഇങ്ങനെ കള്ളത്തരം ചെയ്തത്. അവളുടെ അമ്മയോടായിരുന്നെങ്കിൽ അവളിങ്ങനെ ചെയ്യും. എന്തായാലും അവളിങ്ങനെ ഒരു കള്ളത്തരം ചെയ്തത് അവൾക്ക് വേണ്ടിയല്ലോ, നിൻ്റെ മകന് വേണ്ടിയില്ലേ? അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ശ്രുതി എങ്ങനെയായിരുന്നു നിനക്കറിയാമായിരുന്നല്ലോ. അവൻ ജോലിക്കൊന്നും പോകത്തില്ല, അവൻ ഉത്തരവാദിത്വമൊന്നുമില്ല. അതേ ബാമേ, എൻ്റെ മോനെ കുറ്റപ്പെടുത്തി എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടപ്പെടത്തില്ല നിൻ്റെ മോനെ എന്തെങ്കിലും പറഞ്ഞാൽ. പക്ഷേ ശ്രുതി വന്നതിന് ശേഷം അവനൊത്തിരി മാറ്റം ഉണ്ടായില്ലേ? ഇപ്പോൾ കാശ് തിരികെ കിട്ടിയ പൈസ കൊണ്ട് അവൾ ശ്രുതിക്ക് ഷോപ്പിട്ട് കൊടുത്തത്. 4 പേരുടെ മുമ്പേ അവനൊരു മര്യാദ കിട്ടട്ടെന്ന് കരുതി അവൾ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അവളെ ഇനിയും നീ വേദനിപ്പിച്ചാൽ അവൾ തിരികെ മലേഷ്യയിലോട്ട് തിരികെ പോകും. അങ്ങനെയാണെങ്കിൽ അവളെ അച്ഛൻ കേസെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളെ ഇങ്ങോട്ട് വരുത്തു പോലും ഇല്ലെന്ന് പറയും. അങ്ങനെ വരുമോ ബാമേ? ഇങ്ങനെ നിൻ്റെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. നിനക്ക് നിൻ്റെ മോനും തന്നെ നഷ്ടം സംഭവിക്കുമെന്ന് പറയും. അതുകൊണ്ട് ഇനിയെങ്കിലും നീ അവളോട് കുറച്ചും കൂടി നയപരമായിട്ടൊക്കെ പെരുമാറും. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ പൈസ തിരികെ കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നീ അവളോട് ഇച്ചിരി കൂടി മയത്തിലൊക്കെ പെരുമാറാൻ ശ്രമിക്കണം. വീട്ടിലിട്ട് ഇങ്ങനെ കഷ്ടപ്പാടുള്ള ജോലിയൊന്നും കൊടുക്കുകയും ചെയ്യരുത്. എല്ലാ മരുമക്കളെ ഒരുപോലെ കാണണം ചന്ദ്രൻ. പലരെയും പല തട്ടിൽ നിന്നൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞു. രേവതിയോട് വളരെ മോശമായിട്ട് പെരുമാറും, ശ്രുതിയോട് വളരെ നല്ല രീതിയിൽ പെരുമാറും. അങ്ങനെയൊന്നുമല്ല. 3 മരുമക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം നിനക്ക് കിട്ടിയല്ലോ. നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മോനെ
എന്ത് കാര്യമായിട്ടാണ് കൊണ്ടു നടന്ന് വളർത്തിയത്. അതിപ്പോൾ വിവാഹത്തിന് ശേഷം അവന് ഇഷ്ടമുള്ളൊരു പെണ്ണിൻ്റെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അതിന് സമ്മതിച്ചു. വിവാഹത്തിന് ശേഷം ഒരിക്കൽ പോലും അവളെയും കൂട്ടിക്കൊണ്ട് അവനെ വീട്ടിലോട്ട് വന്നിട്ടില്ല. അവൻ്റെ ഭാര്യയുടെയും കൂടെ ഒരു ദിവസം താമസിക്കണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത്രയും നാളെ വിവാഹം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും എന്നെ അവരങ്ങോട്ട് ക്ഷണിക്കുകയോ അവരൊരു തവണ ഇങ്ങോട്ട് വരിക പോലും ചെയ്തിട്ടില്ല. ഈ ഒരു വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ചന്ദ്രയെ താമസിക്കുന്നത്. അതിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിൻ്റെ ജീവിതം എന്ത് ഭാഗ്യപൂർണ്ണമാണ്. സ്നേഹമുള്ളൊരു ഭർത്താവിനെയും 3 മക്കളെയും മരുമക്കളെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും നിനക്ക് ഈശ്വരൻ തന്നില്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം, അവനവന് കിട്ടിയ ജീവിതം എത്ര വലുതാണെന്നുള്ളത്. അതിന് നീ ഇതിനെയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കണം. നീ ശ്രുതിയോട് ചെയ്തു പോയ തെറ്റിനല്ല അവൾ നിന്നോട് ക്ഷമ പറഞ്ഞിട്ടില്ലേ, ഇനിയെങ്കിലും നീ അവളോട് ക്ഷമിക്കാൻ തയ്യാറാവണം. ഇനി അവളെ വിഷമിപ്പിക്കരുത്. എല്ലാവരും നിൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ സപ്പോർട്ട് ചെയ്തും ചന്ദ്രയെ പല രീതിയിൽ കുറ്റപ്പെടുത്താതെയൊക്കെ ഭാമ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ട്. ഇനിയും ശ്രുതിയോട് ഞാൻ ഇതേ രീതി പെരുമാറുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവളിനി മലേഷ്യയിലോട്ട് അങ്ങനെ പോയാലോ എന്നുള്ള ചിന്തയാണ് ചന്ദ്രമതിക്കുള്ളത്. അങ്ങനെ തിരികെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് രവീന്ദ്രന് ചായയെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പറയും, അച്ഛാ മോളെ അമ്മ എവിടെ പോയി? അമ്മ ഭാമേൻ്റെ കാണാൻ പോയെന്ന് പറയും. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ അത്? അമ്മ ഇപ്പോഴും ശ്രുതിയെയും അദ്ദേഹത്തിനെയും തമ്മിൽ സംസാരിക്കാനോ കാണാനോ സമ്മതിക്കത്തില്ല. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അവരെ തമ്മിൽ ഇങ്ങനെ പിണക്കി എടുത്തിട്ട് എന്തോ അച്ഛാ കാര്യം? അവർ തമ്മിലൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. ഇത് അമ്മ ഒരു കാരണവശാലും അവരെ തമ്മിൽ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല എന്ന് പറയും. അത് ശരിയാ, എന്തായാലും ചന്ദ്രട്ട് ഞാൻ സംസാരിക്കാം. അപ്പോഴത്തേക്കാണ് ചന്ദ്രൻ കയറി വരുന്നത്. എന്തുവാടി നീ ഞാൻ ഇല്ലാത്തപ്പം എൻ്റെ ഭർത്താവിനോട് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും? അമ്മ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയും. ഞാൻ ശ്രുതിയുടെ കാര്യം പറഞ്ഞതാണ്. ശ്രുതി ഇത്രയും നേരമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മ അവളോട് സംസാരിക്കാത്തതുകൊണ്ട് അവൾക്ക് ആഹാരമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞു. അവൾ കഴിച്ചിട്ട് നിനക്കെന്താ കുഴപ്പം? അവൾ കഴിച്ചിട്ട് അവൾ കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അവൾ നീ പോയി എനിക്ക് ചായ എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ചായ എടുക്കാനായിട്ട് രേവതി അടുക്കളോട്ട് കയറുകയാണ്. ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കും, നീ എന്തിനാ രേവതി മോളോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ എല്ലാ സമയത്ത് നിങ്ങളോട് എന്തൊക്കെയാണ് അവൾ പറഞ്ഞു തരുന്നത്? രേവതി മോൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നീ ശ്രുതിയോടും പെരുമാറുന്ന രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഓഹോ, ഞാൻ അവളോട് ഇത്രയും എങ്ങനെ പെരുമാറിയെന്നാണ് അവൾ പറയുന്നതെന്ന് ചോദിക്കും. നീ എന്തിനാ ചന്ദ്രേ അവരെ രണ്ടുപേരെയും തമ്മിൽ സംസാരിക്കാതെയും കാണാതെയൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്നത്? അവർ തമ്മിൽ ഒന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. അവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് അവർ തമ്മിൽ തീർത്തോളും. ഇത് അവർ മാത്രം ബാധിക്കുന്ന കാര്യമല്ലോ. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കാശ് എടുത്തിട്ടല്ലേ അവർ രണ്ടുപേരും കള്ളത്തരം കാണിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കള്ളത്തരം ചെയ്തത്. നിൻ്റെ മകനും കൂടി ചേർന്നാണ് ചെയ്തത്. എന്നിട്ട് നീ ശ്രുതിയെ മാത്രം ശിക്ഷിക്കുന്ന ശരിയുള്ള കാര്യമാണോ? ഒന്നുമില്ലെങ്കിൽ അവൾ ഇച്ചിരി എന്തുവായിരുന്നു കാശുള്ള വീട്ടിൽ നിന്നൊക്കെ വന്നതാണെന്നില്ല നീ എപ്പോഴും പറയുന്നത്. മലേഷ്യ മരുമോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ കൂടെ അവൾ തിരിച്ച് മലേഷ്യയിലോട്ട് പോകും. പിന്നെ നിനക്ക് നിൻ്റെ മോനും തന്നെ ആയിരിക്കും കിടന്ന് അനുഭവിക്കാൻ പോകുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പം ചന്ദ്രൻ മനസ്സിൽ ആലോചിക്കും, ഭാമ പറഞ്ഞു ഇതുപോലെ തന്നെ ആണല്ലോ. അതുകൊണ്ട് നീ അവളോട് കുറച്ചും കൂടി മര്യാദയായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കണം. രേവതി മോളൊരു പാവമായതുകൊണ്ട് അവളൊന്നും മിണ്ടത്തില്ല. അതുപോലെ ശ്രുതിയോട് ഇങ്ങനെ പെരുമാറി അവൾ അധികം നാൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തില്ലെന്ന് പറയും. ഓ, അവളെന്താ തിരിച്ച് എന്നെ എന്നിട്ട് പ്രതികരിക്കുമെന്ന് ചോദിക്കും. പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് തന്നെ പറയും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് പിന്നെ ഒരു ഇത് തരും. ദൈവമേ, ഇവരെല്ലാം പറഞ്ഞാണ് അവളങ്ങ് മലേഷ്യയിലോട്ട് അങ്ങനെ പോവോ? എന്തായാലും ഇനി കുറച്ച് മര്യാദയായിട്ടൊക്കെ പെരുമാറാം. ആ സമയത്ത് തന്നെയാണ് ശ്രുതിയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ചന്ദ്ര അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇച്ചിരി ഈ മര്യാദയ്ക്കൊക്കെ പെരുമാറും. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ട് പറയും, ഇതോ അമ്മ അവിടെ നിൽക്കുന്നതെന്ന് പറയും. ഉടനെ പറയാം, ആൻറ്റിയെ ഞങ്ങളോട് ക്ഷമിക്കുക ആൻറ്റി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ശ്രുതിക്ക് വേണ്ടി ആൻറ്റി ഞാനിതൊക്കെ ചെയ്തത്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആൻറ്റി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സ്വന്തം മോളെ പോലെ കണ്ട എൻ്റെ തെറ്റിന് ആൻറ്റി മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വീണ് കാലിലൊക്കെ പിടിക്കുകയാണ്. ആ സമയത്ത് പറയും, ശരി, ഇനി മേലെ ഇതൊന്നും ആവർത്തിക്കരുത്. ഒരു കള്ളവും എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്. ഇപ്പം അറിയാമല്ലോ നീ ചെയ്ത് കൂട്ടിയ കള്ളത്തിന് ഞാൻ നിനക്ക് തന്ന ശിക്ഷ എന്താണെന്നുള്ളത്. ഇനി നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവരുത്. നീ എന്തെങ്കിലും കള്ളവും നിന്ന് മറച്ചു വെച്ചെന്ന് ഞാൻ അറിയാനിടയായ ഇനി ചന്ദ്രമതിയുടെ മറ്റൊരു മുഖം നീ കാണുമെന്ന് പറയും. ഇനി നീ ശ്രുതിയായിട്ട് ഒരുമിച്ച് ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ മനസ്സിലങ്ങ് തീയാണ്. കാരണം താൻ മുമ്പൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതിൽ തനിക്കൊരു കുഞ്ഞുണ്ടെന്നും കൂടി ചന്ദ്രമതി അറിഞ്ഞ ഇപ്പോൾ ശ്രുതിക്ക് കൂട്ട് നിൽക്കുന്നുണ്ട്. ശ്രുതിക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് മാത്രം. പക്ഷേ മറ്റേ കാര്യം ഒളിച്ചു വെച്ച ആ കാര്യം ശ്രുതിയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശ്രുതിയോട് പൊറുക്കത്തില്ലെന്നുള്ളത് ശ്രുതിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എങ്കിലും ശ്രുതിക്ക് നല്ല പേടിയും ഭയത്തോടും കൂടി തെറ്റെല്ലാം പറഞ്ഞ് കാല് പിടിച്ച് രണ്ടുപേരും മാപ്പ് പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതി അവിടെ ക്ഷമിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ചച്ചു പറയും, കൊള്ളാമല്ലോ, മാപ്പ് കൊടുക്കലും കരച്ചിലും ഒക്കെയാണല്ലോ നടക്കുന്നത്. അപ്പം ജഡ്ജിയമ്മ ഇവർക്ക് മാപ്പ് കൊടുത്തു. ശരി, ഇനി എൻ്റെ തീരുമാനം ഞാൻ പറയാം. 55 ലക്ഷം രൂപ
ആണല്ലോ നീലിമ ഇവർക്ക് തിരിച്ചു കൊടുത്തത്. ആ കാശ് കൊണ്ടാണ് ഇവർ ഷോപ്പ് ഇട്ടതെന്നും പറയുന്നു. അപ്പം മലേഷ്യ എന്നുള്ള കാശ് കൊണ്ടല്ല ഇവർ ഷോപ്പ് തുടങ്ങിയത്. പക്ഷേ ആ ഷോപ്പിന് മുതലാളിയായിട്ടിരിക്കാൻ അർഹതയുള്ള ഒരേ ഒരാളെ ഈ വീട്ടിലുള്ളതെന്ന് പറയും. അതെൻ്റെ അച്ഛനാണെന്ന് പറയും. അതുകൊണ്ട് അച്ഛനായിരിക്കും ഇനി മുതൽ ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ ഓണർ എന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതിയും അങ്ങ് ഞെട്ടുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് സച്ചി പറയും. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും രേവതി എല്ലാവരും ചേർന്ന് കൈ പിടിച്ചത് പാസ്സാക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മഹേഷിനെ കൊണ്ട് വലിയ പൂമാലയൊക്കെ മേടിപ്പിച്ചിട്ടാണ് കടയിലോട്ട് വരുന്നത്. ആ സമയത്ത് എല്ലാവരും കടയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി ഷോപ്പ് ചെയ്യാനിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയെ ആ കസേരയിൽ നിന്ന് മാറ്റിക്കൊണ്ട് സച്ചി പറയും, അച്ഛൻ വരാൻ പറയും. അങ്ങനെ രവീന്ദ്രനെ പിടിച്ച് ആ കസേര ഇരുത്തുകയാണ്. അങ്ങനെ രവീന്ദ്രൻ്റെ ഇത്രയും കാലത്തെ അധ്വാനവും കഷ്ടപ്പാടിൻ്റെയും ഫലമായി കിട്ടിയ ആ 50 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ ന്യൂ ഓണറായിട്ട് സച്ചി രവീന്ദ്രനെ ആ ചെയറിലോട്ട് ഇരുത്തുകയാണ്. അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷവും മാലയൊക്കെ ആയിട്ട് ഒരു മാല ചന്ദ്രമതിക്ക് ഇടും ഓണറുടെ വൈഫ് എന്ന രീതിയിൽ. അങ്ങനെ ആ കടയുടെ ഓണറായിട്ട് ചന്ദ്രമതി രവീന്ദ്രനും ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതി പുതിയൊരു ഓർഡർ സംബന്ധമായിട്ട് ഒരു മണ്ഡപത്തിലോട്ട് സച്ചിയായിട്ട് വരികയാണ്. സച്ചിയായിട്ട് വരുന്ന സമയത്ത് സച്ചി ഇത് പറയും, നീ എന്താ രേവതി പുതിയ ഓർഡർ വല്ലതും കിട്ടി? ആ ഉണ്ട് സച്ചിയേട്ടാ, പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിനായിട്ട് ഞാൻ വരുവാന്ന് പറയും. അങ്ങനെ ആ മണ്ഡപത്തിലോട്ട് വന്നിട്ട് മണ്ഡപത്തിലുള്ള ഓർഡറെ കണ്ട് സംസാരിക്കും. എനിക്ക് സച്ചിയേട്ടൻ പൊയ്ക്കോ, ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് മോഡലൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് വരുന്നത്. അത് കുട്ടി പുതിയ വർക്കൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല, ഇവിടെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഡം ഉണ്ടെന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ഹേമ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഹേമയ്ക്ക് മുൻപേ രേവതിയെ കണ്ട് പരിചയമുണ്ട്. ഇതെന്താ സാർ ഈ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളോ കുട്ടികൾ കളിക്കാൻ? അപ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് സങ്കടമോ, അല്ല ഇത് ഈ കുട്ടി കൊണ്ടുവന്നേ മണ്ഡപത്തിൻ്റെ പുതിയ വർക്കുകളൊക്കെ വരുമ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേ, അതിൻ്റെ മോഡൽസ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നയാണെന്ന് പറയും. ഓഹോ സാറേ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരും ചെയ്യും, ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ മുഖേന ചെയ്യുന്ന കാര്യങ്ങളാണ്, ഈ വക കാര്യങ്ങൾ അങ്ങനെ ആരും ചെയ്യുമെന്ന് നോക്കും. അതിന് നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ സാറിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതിന് നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്, ഇത് സംസാരിക്കുന്നത്? നീ എന്താ എന്നോട് ഒച്ചയോട് സംസാരിക്കുന്നത്? നിന്നെ കണക്ക് ഇതേ കണക്കുള്ള വർക്കുകൾ ചെയ്ത് കൊണ്ട് നടന്ന് ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ ഈ ഫീൽഡിൽ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണെന്ന് പറയും. നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം, ഞാനൊരു ചെറിയ വർക്ക് ചെയ്തു, ആ വർക്ക് പുതിയ മോഡൽസ് കൊണ്ട് കാണിക്കുന്നു, പുതിയ വർക്കുകളുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പറയുന്നുള്ളൂ. നിങ്ങളുടെ വർക്കൊന്നും ഞാൻ പിടിച്ചെടുത്തില്ലല്ലോ. ഇടി ഇത് എൻ്റെ ഏരിയ, ഈ ഏരിയ വന്ന് നീ കളിക്കാൻ ശ്രമിക്കേണ്ട, നിനക്ക് ഈ ഭാഗത്തുള്ള ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. ഞാൻ ഇവിടെ പുതിയ ആളാണ് ശരിയാണ്, പക്ഷേ ഞാൻ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് വിളിക്കുവാണെങ്കിൽ ഞാൻ അവർക്ക് ചെന്ന് എൻ്റെ ഓർഡർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിലൊരു വാഗ്വാദം നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹേമയുടെ കൂടെ നിൽക്കുന്ന 2 ആൾക്കാർ വന്ന് രേവതി ഉണ്ടാക്കി വെച്ച ആ മോഡൽസൊക്കെ കൊണ്ടുവന്ന് ചവറ്റുകുപ്പയെ കൊണ്ടിടും. ഉടനെ ചോദിക്കും, നിങ്ങളെന്തോ കാണിച്ചത്? ഇത് ഞാൻ ഇന്നലെ രാത്രി മൊത്തം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമാണ്, നിങ്ങൾക്കിത് ചവറ്റുകുപ്പ ഇടാൻ വേണ്ടിയല്ല ഞാനിവിടെ കൊണ്ടുവന്ന് കാണിച്ചതെന്ന് പറയും. ഉടനെ അയാൾ ചോദിക്കും, എന്താ മേഡം ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. അതേ സാറേ, ഇവിടെ മുമ്പ് ഒരു തവണ എനിക്ക് കിട്ടാനുള്ളൊരു ഓർഡർ ഇവിടെ തട്ടിയെടുത്തവളാണ്, ഇവിടെ ചെയ്യുന്ന ഓർഡറൊന്നും നിങ്ങൾ സമ്മതിക്കരുത്, ഇവൾ വെറുതെ ആൾക്കാരെ കളിപ്പിക്കാനാണെന്ന് പറയും. ഉടനെ പറയും, നിങ്ങൾക്ക് അസൂയാണ്, നിങ്ങളുടെ അതേ ഫീൽഡിലുള്ള പുതിയൊരാൾ വളർന്നു വരുന്നതിൻ്റെ അസൂയ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പറയും. എനിക്ക് അസൂയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. ശരി, നമുക്ക് കാണാം, എൻ്റെ ഓർഡറും ഒരു സമയത്ത് ആൾക്കാരെല്ലാം വിളിക്കുകയും എൻ്റെ ഓർഡറിന് വേണ്ടി ആൾക്കാരെന്നെ അന്വേഷിക്കുകയും ചെയ്യുന്ന സമയമുണ്ടാവും എന്ന് പറഞ്ഞ് രേവതി അവരോട് ദേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ ഹേമയും രേവതിയും തമ്മിലുള്ള സീനുകളും നമ്മുടെ പുതിയ ഓണർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് രവീന്ദ്രൻ ചന്ദ്രമതി ഹോം അപ്ലയൻസസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ശ്രുതി അവിടുത്തെ മാനേജറാവുന്നതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.